السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وقال آخر إن شاء الله രണ്ട് അധ്യായത്തിൽ ഒന്ന് അസ്മ എന്ന സ്ത്രീ പറയുന്നു എന്ന് തുടങ്ങുന്നതും, രണ്ടാമത്തത് ഖൻസ എന്ന സ്ത്രീ പറയുന്നു എന്ന് തുടങ്ങുന്ന ബൈത്തുമാണ്. ഇവിടെ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി വ്യത്യാസമുണ്ടെങ്കിലും ആശയം ഒന്നാണ്. അഥവാ ഈ സ്ത്രീ ഈ ഷായറിനെ കാലങ്ങൾക്ക് മുമ്പ് കണ്ട സമയത്ത് നല്ല യുവത്വ കാലഘട്ടത്തിലാണ് കണ്ടത്. ഇപ്പോ നരച്ചിരിക്കുന്നല്ലോ എന്ന് പറയാം. അതിന് മറുപടി അതൊരു മോശമുള്ള കാര്യമൊന്നുമല്ല. കൂടുതൽ പരിചയപ്പെടലും പരിചയസമ്പത്തൊക്കെ കരസ്ഥമാക്കി നേതൃസ്ഥാനത്ത് എത്താൻ നര അത്യാവശ്യമാണ് എന്ന് അതിന് മറുപടി പറയുന്നുണ്ട് ഒന്നാമത്തെ ബൈത്ത്. എന്നാൽ രണ്ടാമത്തെ അധ്യായത്തില് നേരത്തെ കണ്ട സമയത്ത് തടിയൊന്നുമില്ലാതെ നെഞ്ഞക്കൊട്ടി ഭാഗങ്ങളൊക്കെ ക്ഷയിച്ച എന്ന് വെച്ചാൽ തടിയൊന്നും കൂടുതലില്ലാത്ത നിലക്ക് കണ്ടിരുന്നു. ഇപ്പോ കാണുമ്പോ നല്ല തടിച്ചു കൊഴുത്തിരിക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി തടിച്ചു കൊഴുത്ത് നല്ല ശക്തനാവുക ആയിട്ട് ചിലപ്പോ നിനക്ക് എന്നെ എത്തിച്ചേക്കാം, അതും ഒരു മോശത്തരൊന്നുമല്ല എന്ന രീതിയിലുള്ള ഒരു മറുപടി. കലിമത്ത് വാക്കുകൾ വ്യത്യാസമുണ്ടെങ്കിലും തത്വം ആശയം ഒന്നാണ്. അതാണ് രണ്ട് അധ്യായത്തിൽ കുറഞ്ഞ വരികൾ നമുക്ക് പരിചയപ്പെടാനുള്ളത്. പിന്നെ റബീഉൽ അവ്വലും മൗലിദ് സദസ്സുകളൊക്കെ സംബന്ധിക്കേണ്ടതുള്ളതുകൊണ്ടാണ് സമയത്തിന് ക്ലാസ് വരാത്തതും അതുപോലെ തന്നെ ചില ദിവസങ്ങളൊക്കെ ഒഴിവായി പോകുന്നതിൻ്റെയൊക്കെ കാരണതാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണല്ലോ. എല്ലാവരും പല തിരക്കിലായിരിക്കും. ഏറ്റവും തിരക്ക് പിടിച്ച അല്ലെങ്കിൽ തിരക്ക് കൂടാൻ ഏറ്റവും നല്ല ഒരു സംഭവമാണല്ലോ മൗലിദ് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു സമ്പത്ത് ദുന്യാവിൽ വേറെ കിട്ടാനുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കിട്ടാവുന്ന സദസ്സിലൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടാവും. പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. ഏതായാലും വളരെ കുറഞ്ഞ വിഷയങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. വഖാല ആഖറു എന്നാണ് ചില നുസ്ഖയിലൊക്കെ. ചില നുസ്ഖയില് പിന്നെ ഈ അസ്മ എന്ന പെണ്ണിനെ പരാമർശിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ബൈത്തിൽ അത് പറയുന്നുണ്ട്. വഖാല ആഖറു എന്ന് പറഞ്ഞിട്ട് അലാ ഖാലത്തിൽ അസ്മാഉ യൗമ ലഖീതുഹാ അറാക ഹദീസൻ നാഇമൽ ബാലി അഫ്റാ ഫഖുൽതു ലഹാ ലാ തുൻകിരീനി ഫഖല്ലമാ യസൂദുൽ ഫതാ ഹത്താ യശീബ വയസ്ലാ വലൽ ഖാരിഹുൽ യഅബൂബു ഖൈറുൻ ഉലാലതൻ മിനൽ ജദഇൽ മുസ്ജാ വഅബ്അദു മൻസഅ. ഷായർ പറയാണ്, അല അറിയുക, ഖാലത്തിൽ അസ്മ എന്ന പെണ്ണ് പറഞ്ഞു. ഇവിടെ അസ്മ എന്ന് പറയുന്ന പെണ്ണ് ആരാണെന്ന് ശാരിഹുകളൊന്നും വിശദീകരിക്കുന്നില്ല. മർവാൻ ബിൻ ഹക്കമിന്റെ പുത്രി അസ്മ എന്ന ഒരു മകള് മർവാനുക്കുണ്ട്. പക്ഷെ ശാരിഹികളൊന്നും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഏതായിരുന്നാലും അസ്മ പറയുന്നു, എപ്പോ യൗമ ലഖീതുഹാ
അറാക ഹദീസൻ, അസ്മ പറയാണ്, അസ്മയെ കണ്ടപ്പോ അറാക ഹദീസൻ നായിമൽ ബാലി അഫ്റഅ, ഷായറിനോട് പറയാ, അറാക്ക നിന്നെ ഞാൻ കാണുന്നു, അറാക്ക കാണുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും മുമ്പ് ഞാൻ കണ്ടിരുന്നല്ലോ എന്നാണ്. മുമ്പ് ഞാൻ കണ്ടിരുന്നല്ലോ. ഹദീസൻ, ഹദീസൻ എന്ന് പറഞ്ഞാൽ ശാബൻ എന്നാണ്. നായിമൽ ബാലി, നായിമൽ ബാലി നല്ല അവസ്ഥയിൽ, നല്ല അവസ്ഥ, ബാല് എന്ന് പറഞ്ഞ അവസ്ഥ, നായിമൽ ബാല് നല്ല അവസ്ഥയിൽ, മസ്റൂറൽ ഖൽബ് നല്ല ഹൃദയം സന്തോഷം ഉണ്ടാവുന്ന, രക്തം തുളുമ്പുന്ന യുവത്വ കാലഘട്ടം, ആ നിലയ്ക്ക് നിന്നെ ഞാൻ കണ്ടിരുന്നല്ലോ. അഫ്റഅ, അഫ്റഅ എന്ന് പറഞ്ഞാൽ അസ്ലഇന്റെ വിപരീതം. അൽ അഫ്റഉ ലിദ്ദുൽ അസ്ല, അസ്ല കഷണ്ടി, അഫ്റഅ നല്ല കംപ്ലീറ്റ് മുഴുവനായിട്ടും തലമുടിയുള്ള അവസ്ഥ. അപ്പോ അസ്മ പറയുന്നത്, നേരത്തെ ഒരു യുവത്വ കാലഘട്ടത്തിൽ ഞാൻ നിന്നെ കണ്ടിരുന്നു, ആ സമയത്ത് തലയിൽ മുടിയൊക്കെ ഉണ്ട്, നല്ല രക്തം തുളുമ്പുന്ന നല്ലൊരു പ്രസരിപ്പുള്ള ഒരവസ്ഥയായിരുന്നു ഞാൻ അന്ന് കണ്ടത്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം രണ്ടാമത് കണ്ടപ്പോ പറയാണ്, ഇന്നിപ്പോ എന്താ ആകെ നിരച്ചിരിക്കുന്നല്ലോ, അവിടെ കളയപ്പെട്ടത് അന്ന് കിട്ടുണ്ടല്ലോ. ശേഷം പറയുന്ന മറുപടിയിൽ നിന്നും അത് വ്യക്തമാണ്. അപ്പൊ അവള് ചോദിക്കുകയാണ്, അസ്മ ഷായറിനോട് ചോദിക്കുകയാണ്, ഇന്നെന്ത് പറ്റി, പിന്നെ ഇന്ന് നിരച്ചിരിക്കുന്നല്ലോ, അഫ്റഇന് പകരം അസ്ല ആയിട്ടാണല്ലോ ഇന്ന് ഞാൻ താങ്കളെ കാണുന്നത് എന്ന് അസ്മ ഷായറിനോട് പറയാം. ഇവിടെ ഹദീസൻ എന്നുള്ളത് ലർഫാണ്, ഷാബൻ അല്ലെങ്കിൽ വഖ്ത ശബാബ് എന്നൊക്കെ. നായിമൽ ബാലി എന്നുള്ളത് രണ്ടാമത്തെ മഫ്ഊലാണ് അറാഖന്റെ. അറാഖ ഹദീസൻ ക എന്നുള്ള ഒന്നാമത്തെ മഫ്ഊലും നായിമൽ ബാലി എന്നുള്ളതാണ് രണ്ടാമത്തെ മഫ്ഊൽ. ഹദീസൻ എന്നുള്ളത് ലർഫായിട്ട് യുവത്വ കാലഘട്ടത്തിൽ നിന്നെ കണ്ടിരുന്നു എന്നാണ്. അപ്പൊ അതിന് മറുപടി ഷായർ പറയാണ്, ഫഖുൽതു ലഹ, അസ്മയോട് ഞാൻ പറഞ്ഞു, ലാ തുൻകിരീനി, അത് നിങ്ങളൊരു മോശമായിട്ട് കാണണ്ട, അതൊരു ചീത്തയായിട്ട് നിങ്ങൾ കാണണ്ട, നീ കാണണ്ട. ഫഖല്ലമ യസൂദുൽ ഫതാ ഹത്താ യശീബ വയസ്ലഅ, യുവാക്കള് നന്ന കുറവാണ്, നിരക്കാതെ. ഫഖല്ലമ യസൂദുൽ ഫതാ, ഒരാള് നേതാവുക എന്നുള്ളത് നന്ന കുറവാണ്. ഏതുവരെ? ഹത്താ യശീബ വയസ്ലഅ, ശൈബ നര പിന്നെ ബാധിക്കുന്നവരെ, വാർദ്ധക്യം എത്തുന്നത് വരെ, വയസ്ല കഷണ്ടിയാവുന്നത് വരെ. അപ്പോ യുവത്വ കാലഘട്ടത്തിൽ നേതാക്കളാവുക എന്നുള്ളത് ഒരു ആദിയായ മൊഹാല് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാണ്. കാരണം ഫഖല്ലമ യസൂദുൽ ഫത എന്നുള്ളത് നേതാവാവൽ നന്ന കുറവാണ് എന്നതിന് നേതാവാറില്ല എന്ന് അങ്ങനെയും അർത്ഥമുണ്ട്. ഫഖല്ലമ വന്നാൽ ഫഖല്ലമ യഖൂമു സൈദുൻ, സൈദ് എണീക്കൽ കുറവാണ് എന്ന് പ്രയോഗിക്കാം. ആരെപ്പറ്റി? എണീക്കാൻ പറ്റാത്ത സൈദിനെ പറ്റി. അതല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ എണീക്കുന്ന ആളാണ്, എങ്ങനെ അർത്ഥം. അപ്പൊ ആ നിലക്ക് ഇവിടെ നിരബാധിക്കാതെ അശണ്ടിയാവാതെ നേതൃസ്ഥാനത്തെത്തല് വളരെ കുറവാണ്. അഥവാ പരിചയസമ്പത്ത് വേണം നേതാവാണെങ്കിൽ. അല്ലാതെ നേതാവായിട്ടുണ്ടെങ്കിൽ എന്തുവാകും? പിന്നെ യഥാർത്ഥത്തിൽ നേതാവാകില്ല, പാളിച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ നല്ല പരിചയസമ്പത്തും പ്രജകളൊക്കെ പിന്നെ ഒരുപാട് ഭരണങ്ങൾ കണ്ട്, മറ്റുള്ളവരുടെ ഭരണങ്ങൾ കണ്ട്, അതേപോലെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് പഠിച്ച് ആ സമയമാകുമ്പോഴത്തേക്കും ആള് വാർദ്ധക്യത്തിയിട്ടുണ്ടാവും, നിരവാദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിരവാദിക്കുന്നത് വരെ, ശൈബയാവുന്നത് വരെ, വാർദ്ധക്യം എത്തുന്നത് വരെ, മുടിയൊക്കെ പോകുന്നത് വരെ
പിന്നെ ഒരാള് നേതാവാകുക എന്നുള്ളത് നന്ന കുറവാണ്. അതുകൊണ്ട് നീ എന്നെപ്പോ കാണുമ്പം ഈ രൂപത്തിലാണ് കാണുന്നെങ്കിലും ഞാനിപ്പോ ആരാണ്? ഒരു സമൂഹത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് എനിക്കതില് യാതൊരു പരാതിയുമില്ല. കാരണം എന്തുകൊണ്ട്? കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് നല്ല പരിചയ സമ്പത്ത് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതില് പരാതിപ്പെടുന്നില്ല എന്ന് അതിന് അസ്മയോട് മറുപടി പറയാം. എന്നിട്ട് ഇനി അതിന് തെളിവ് പറയാം. അറബി ഷായറുകളുടെ ശൈലിയാണല്ലോ. ആദ്യം വിഷയം പറയും, അതിന് ഉദാഹരണങ്ങൾ പറയും, എന്നിട്ട് തെളിവ് പറയും. എന്നിട്ട് പറയാണ് വലൽ ഖാരിഹുൽ യഅബൂബു ഖൈറുൻ ഉലാലതൻ. വലൽ ഖാരിഹു, അൽ ഖാരിഹ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വയസ്സെത്തിയ, നല്ല പക്വതയെത്തിയ, ഏകദേശം 9 വയസ്സോളം പ്രായമായിരിക്കുന്ന ഒട്ടകം, അതാണ് ഖാരിഹ്. അൽ യഅബൂബ്, യഅബൂബ് യഅബീബ്, ഇതിന്റെ ജമ്മാണ് യഅബീബ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നല്ല സ്പീഡിൽ കാല് നല്ല ദൂരത്തേക്ക് എടുത്തു വെച്ച് ഓടുന്ന ശക്തമായിരിക്കുന്ന കുതിര, ഒട്ടകം, അതാണ് ഖൈറ്. ഉലാലത്തൻ, ഉലാലത്ത് എന്ന് പറയുന്നത് ബഖിയ്യത്തുൽ ജറിയ, നേരത്തെ പറഞ്ഞ ആ ഓട്ടം, അതില് വളരെ ശക്തമായിരിക്കുന്ന ഓടുന്ന കുതിര, അതേപോലെ തന്നെ പൂർണ്ണ വയസ്സെത്തിയ കുതിര, അതാണ് ഖൈറ്. എന്തിനേക്കാൾ? മിനൽ ജസഇൽ മുസ്ജ. ജസ എന്ന് പറഞ്ഞാൽ 2 വയസ്സെത്തിയ ഒട്ടകം. അൽ മുസ്ജ എന്ന് പറഞ്ഞാൽ തൊളിച്ചുകൊണ്ടുപോകുന്നത്. അപ്പോ വലിയ പ്രാക്ടീസ് ഒന്നുമില്ലാതെ തൊളിച്ചുകൊണ്ടുപോകുന്ന കുതിര, അതേപോലെ തന്നെ 2 വയസ്സെത്തിയ കുതിരയേക്കാളൊക്കെ നല്ലത് പൂർണ്ണമായ വയസ്സെത്തിയ നല്ല ശക്തമായ ഓടുന്ന കുതിരയാണ്, അല്ലെങ്കിൽ ഒട്ടകമാണ് എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. കാരണം എന്തുകൊണ്ട്? 2 വയസ്സെത്തിയ ഒട്ടകം, അതല്ലെങ്കിൽ തെളിച്ചു കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിന് പരിജ്ഞാനം കുറവായിരിക്കും. പരിജ്ഞാനം കുറവാണ്. അപ്പൊ അതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നിൽക്കും. നേരെ മറിച്ച് ഒരു 9 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സൊക്കെ എത്തിയ കുതിര, നല്ല പരിജ്ഞാനമുള്ള, എല്ലാ നിലക്കും പ്രാക്ടീസ് ചെയ്ത കുതിരയാവുമ്പം അതാണ് നല്ലത് എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ എന്നാണ് ഷായർ പറയുന്നത്. അതുകൊണ്ട് തെളിയിക്കുന്നത് എന്താണ്? യുവത്വ കാലഘട്ടത്തെക്കാൾ നല്ലത് ഈ നിലയ്ക്ക് നോക്കുമ്പോൾ വാർദ്ധക്യം എത്തിയ കാലഘട്ടമാണ്. അതുകൊണ്ട് അതില് പിന്നെന്തെങ്കിലും ആക്ഷേപം പറയാനൊന്നുമില്ല. ഒട്ടകത്തെ പറഞ്ഞെങ്കിലും അതൊരു ഉപമ പറഞ്ഞതാണ്, തെളിവ് പറയണം. അബ്അദു മൻസഅ, മൻസഅ എന്ന് പറഞ്ഞാൽ മജാല്, വഴി. അബ്അദ് ഏറ്റവും വിദൂരമായത്. അപ്പൊ ഇങ്ങനെ പിന്നെ ഓടി ചാടി നടക്കാനും വിദൂരമായ ദിക്കിലേക്ക് സവാരി നടത്താനും ഒക്കെ ഏറ്റവും നല്ലത് എന്താണ്? നല്ല പൂർണ്ണമായ വയസ്സെത്തിയ 8-9 വയസ്സൊക്കെ എത്തിയ ഒട്ടകമാണ് എന്ന വിഷയത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന പോലെ ഈ നിലക്ക് എന്നെപ്പോ ഒരു ആക്ഷേപ സ്വരത്തിൽ സംസാരിക്കുകയാണല്ലോ, വാർദ്ധക്യത്തി, മുടി നരച്ചല്ലോ, ഷണ്ടിയായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് അത്ര പ്രശ്നമാക്കാനൊന്നുമില്ല എന്ന് ഷായർ പറയാം. അടുത്തത് വഖാല ആഖറു അലാ ഖാലത്തിൽ ഖൻസാഉ യൗമാ ലഖീതുഹാ അഹിതൂക ദഹ്റൻ താവിയൽ കശി അഹ്ലമ فإما تريني اليوم أصبحت بادنا لديك فقد ألفى على البزل مرجما. ഇവിടെ നേരത്തെ അസ്മ എന്ന പെണ്ണ് പറഞ്ഞു, ഇവിടെ അല ഖാലത്തിൽ ഖൻസാഉ, അറിയുക, ഖൻസാ എന്ന സ്ത്രീ പറയുന്നു, യൗമ ലഖീതുഹാ, ഞാൻ അവളെ കണ്ട ദിവസം, അഹിത്തുക ദഹ്റൻ താവിയൽ കശി അഹ്ലമ, അഹിത്തുക ദഹ്റൻ, ഞാൻ നിന്നെ കണ്ടിരുന്നു എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അഹദ് കണ്ട്,
ആ കാണുന്ന സമയത്ത് കരാറും വാഗ്ദാനങ്ങളും ഒക്കെ ചെയ്യല്ലോ. അപ്പൊ ആ നിലക്ക് ജസ്റ്റ് ഒന്ന് കാണുക മാത്രമല്ല ചെയ്തത്, വളരെ നല്ല അടുത്ത് ഇടപഴകിയിരുന്നല്ലോ. ദഹ്റൻ, ഒരു കാലത്ത്, ഒരുപാട് മുമ്പ് എന്നർത്ഥം. ഏത് നിലക്ക്? താവിയൽ കെഷ്ഹി അഹ്ലമ. കെഷ്ഹ് എന്ന് പറഞ്ഞ നടു, താവി എന്നാൽ ഒട്ടിയതായിട്ട്, നടുവൊക്കെ ഒട്ടി. അഹ്ലമ, വയറൊക്കെ ചുരുങ്ങി. നല്ലൊരു യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ കാലഘട്ടത്തിൽ ഞാൻ നിന്നെ കണ്ടിരുന്നല്ലോ, ഇപ്പോ ആകെ തടിച്ചു കൊഴുത്തല്ലോ എന്നാണ്. അതിനുശേഷം പറയുന്ന ബൈറ്റിന് മനസ്സിലാകുന്നുണ്ട്, ഫഇമ്മാ തറയിനില്ലവും, അതിന് മറുപടി അറിയാം. ഞാൻ പറഞ്ഞു, നീ എന്നെ കണ്ടേക്കാം. ഏ നിലക്ക്? അസ്ബഹത്തു ബാദിന. അസ്ബഹത്തു, അസ്ബഹ എന്ന് പറഞ്ഞാൽ ഞാൻ ആയിത്തീർന്നു എന്ന അർത്ഥത്തിലാണ്. ഞാനിപ്പോ ആയിത്തീർന്നിട്ടുണ്ട്. ബാദിനൻ, നല്ല തടിച്ചതായിട്ട്. ബാദിന് എന്ന് പറഞ്ഞാൽ സമീനൻ, ബദന്, ശരീരം നല്ല തടിച്ചു കൊഴുത്തതായിട്ട്. ലദൈക്കി, ബാദിനൻ ലദൈക്കി ഫഖദ് ഉൽഫ അലൽ ബുസ്ലി മിർജമ. ഇപ്പോ നിന്റെ അടുക്കൽ, നീ കാണുന്ന സമയത്ത് ഞാൻ നല്ല തടിച്ചു കൊഴുത്തിട്ടുണ്ട്. ഫഖദ് ഉൽഫ അലൽ ബുസ്ലി മിർജമ, നിക്ഷയം എത്തിക്കപ്പെടുന്നുണ്ട്. അലൽ ബുസ്ല്, ബുസ്ല് എന്ന് പറഞ്ഞാൽ നല്ല വയസ്സൊക്കെ പൂർണ്ണമായ, നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഖാരിഹ് എന്ന് പറഞ്ഞ അതേ അർത്ഥം, പൂർണ്ണമായിരിക്കുന്ന പ്രായമെത്തിയ ഒട്ടകം. മിർജം എന്ന് പറഞ്ഞാൽ ധാരാളം യാത്രകൾ ചെയ്തിട്ട്. റജമ എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം എറിയുക എന്നാണല്ലോ. ഇവിടെ പിന്നെ ആഫാക്കിന് വൽ മിർജം അല്ലദി യർജുമുൽ ആഫാഖ എന്നാണ്, ധാരാളം സ്ഥലങ്ങൾ താണ്ടുക. ഇപ്പോ യാത്ര ചെയ്യുക എന്നുള്ളതിന് ലറബ എന്ന് പറയാറുണ്ടല്ലോ, എന്ന പോലെ പിന്നെ ധാരാളം രാജ്യങ്ങള്, പ്രദേശങ്ങൾ സഞ്ചരിക്കുന്നതിനും എന്ന് പറയും യർജുമുൽ ആഫാഖ് എന്ന് പറയും. ആ അർത്ഥത്തിലാണ് ഇവിടെ. യാത്രകള് ധാരാളം ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ കൂടുതൽ യാത്രകളൊക്കെ ചെയ്യുന്ന, തടിച്ചു കൊഴുത്ത, പൂർണ്ണ വയസ്സെത്തിയ ഒരു കുതിരയെ എത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ തടിച്ചു കൊഴുത്തിരിക്കുന്നു, യഥേഷ്ടം എനിക്ക് രാജ്യങ്ങളൊക്കെ കീഴടക്കാനും അത്രമേൽ യാത്ര ചെയ്ത് വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പക്വത എനിക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ കണ്ടത് മോശമായിരുന്നു, മെലിഞ്ഞൊട്ടി കണ്ടു, ഇപ്പം തടിച്ചു കണ്ടു. അതും ഇവിടെ ആക്ഷേപം അല്ല, എനിക്ക് അഭിമാനമാണ് എന്ന് ഹംസ എന്ന സ്ത്രീയോട്, എന്ന പെണ്ണിനോട് ഷായർ മറുപടി പറഞ്ഞതാണ് രണ്ടാമത്തെ അധ്യായം. ഒന്നാമത്തെ അസ്മ, രണ്ടാമത്തെ ഹംസ. വിഷയങ്ങള് യഥാർത്ഥത്തിൽ തത്വം ഒക്കെ ഒന്നാണെങ്കിലും ഭാഷകളിൽ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ ബൈത്തില് വിഷയങ്ങളും തത്വങ്ങളും ഉദാഹരണങ്ങളും തെളിവും പറഞ്ഞു. രണ്ടാമത്തോടത്ത് എന്ത് പറഞ്ഞു? തെളിവ് മാത്രം പറഞ്ഞു. കാര്യം ഒന്ന് തന്നെയാണ്, രണ്ടും ആക്ഷേപമല്ല എന്ന അർത്ഥത്തില് ഇവിടെ എന്ത് ചെയ്യാണ്? വ്യാഖ്യാനിച്ചുകൊണ്ട് തെളിവ് പറഞ്ഞിട്ട് ഷായർ ആ സ്ത്രീകൾക്ക് മറുപടി കൊടുക്കും. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.